الحمد لله الذي أعز المسلمين يوم بدر بعد إن كانوا أذلة. الحمد لله الذي جعل يوم بدر فرقانا بين الحق والباطل والكفر والإيمان. الحمد لله الذي أعز جنده ونصر عبده وحزم الأحزاب وحده. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله النبي المصطفى والرسول المجتبى. وصلى الله وسلم على نبينا محمد وعلى أصحابه والتابعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، فإن خير الكلام كلام الله، وأصدق الحديث كتاب الله، وأحسن الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في القرآن الكريم: وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. സ്നേഹാദരണീയരായ വിശ്വാസിനികൾ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും സർവത്തിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന എന്റെയും നിങ്ങളുടെയും രഹസ്യ പരസ്യ ജീവിതത്തെ കൃത്യമായി അറിയുന്ന അല്ലാഹുവെ സൂക്ഷിച്ച് ഭയപ്പെട്ട് പരിശുദ്ധ റമദാനിന്റെ ഓരോ വിലയേറിയ സമയത്തെയും അവനിലുള്ള തഖ്വയുടെ വർധനവിനു വേണ്ടി പരിശ്രമിക്കണമെന്ന് വളരെ ഗൗരവത്തോടുകൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയും അല്ലാഹു യഥാർത്ഥ മുത്തഖികളായി ജീവിക്കുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാണ്. ബദർ ഓരോ മുസ്ലിമിന്റെയും മനസ്സിൽ ആഴത്തിൽ സ്ഥാനം പിടിച്ച ഒരു സ്ഥലത്തിന്റെ നാമമാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവിടെ വെച്ച് നടന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു പോരാട്ടം, ആ പോരാട്ടത്തിൽ പങ്കെടുത്ത പടയാളികളാണ് ആ സ്ഥലത്തെ ഇത്രമാത്രം മശ്ഹൂർ, അത് അറിയപ്പെടുന്നതാക്കി മാറ്റിയത്. കൃത്യമായി പറഞ്ഞാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയതിന്റെ 2ാമത്തെ വർഷം ഇതുപോലെ ഒരു റമദാൻ മാസത്തിൽ അതിന്റെ 17-ാം തീയതി വെള്ളിയാഴ്ച ദിവസം വിശ്വാസി സമൂഹവും കുഫാറുകളുടെ മുശ്രിക്കുകളുടെ കൂട്ടവും തമ്മിൽ ബദർ എന്ന് പറയുന്ന ഭൂമികയിൽ വെച്ച് നടന്ന പോരാട്ടം, അത് കേവലം ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന വർഷങ്ങളും നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളുമായി ഗോത്രങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന പരസ്പര കലഹത്തിന്റെ, കാരുഷ്യത്തിന്റെ, പകയുടെ, ചതിയുടെ ഒരു പകരം വീട്ടലിനു വേണ്ടി നടന്ന പോരാട്ടമായിരുന്നില്ല. രാഷ്ട്രങ്ങളുടെ അതിർവരമ്പുകളെ മാറ്റിവരയ്ക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയപരമായ താല്പര്യങ്ങളും ആ യുദ്ധത്തിൽ ഉണ്ടായിരുന്നില്ല. അത് വളരെ വ്യക്തമായി യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ പരസ്പരം പോരടിച്ചത് ജ്യേഷ്ഠനും അനുജനും തമ്മിലായിരുന്നു. അവിടെ പരസ്പരം വാളെടുത്ത് തലയറുക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങിയത് ഉപ്പയും മകനും തമ്മിലായിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, കേവലം ഭൗതികമായ താല്പര്യങ്ങളായിരുന്നില്ല ബദറിനു വേണ്ടി ഒരുങ്ങി പുറപ്പെട്ട ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്നത്. മറ്റൊരു വൈകാരികമായ ഒരവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. അത് അവർക്കിടയിൽ നിലനിന്നിരുന്ന വിശ്വാസപരമായ കാര്യമായിരുന്നു. മക്കയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ പ്രചാരണത്തിന് വേണ്ടി എഴുന്നേറ്റു നിന്നു. 40 വർഷക്കാലം താൻ ജീവിച്ച നാട്ടിൽ, തന്റെ കുടുംബത്തിന്റെ നടുവിൽ, താൻ വളർന്നു വന്ന അങ്ങാടിക്ക് നടുവിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തിന് ഒരു നാഥനുണ്ട്, ആ നാഥൻ അല്ലാഹുവാകുന്നു, അവൻ മാത്രമാകുന്നു പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, അവൻ മാത്രമാകുന്നു ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ. അതുകൊണ്ട് മനുഷ്യ സമൂഹമേ, നിങ്ങൾ വെച്ചു പുലർത്തുന്ന മുഴുവൻ ആരാധനാ കർമ്മങ്ങളും
ആ റബ്ബിന്റെ മുൻപിലേക്ക് മാത്രമായി തിരിച്ചുവിടണമെന്ന ഇസ്ലാമിന്റെ തൗഹീദ്, ഇസ്ലാമിന്റെ ഏകദൈവ വിശ്വാസം മക്ക രാജ്യത്ത് വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിന്റെ മുൻപിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവിടെ ചില ആളുകൾക്ക് അസ്വാരസ്യമുണ്ടായി. തവഴിയായി വാപ്പ വല്ലിപ്പ കാരണവന്മാരായി തലമുറകളായി തങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് നേർച്ചകളും ഹവിസ്സുകളും പൂജകളും വഴിപാടുകളുമായി തങ്ങൾ കഴിഞ്ഞുകൂടിയിരുന്ന പാരമ്പര്യ മതവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന വിശ്വാസത്തിലേക്കാണ് മുഹമ്മദ് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ വെച്ച് ഉറപ്പിക്കാൻ, വിശ്വാസത്തിന്റെ സ്വാതന്ത്ര്യം മുസ്ലിം സമൂഹത്തിന് വകവെച്ചു നൽകാൻ അവിടെ ഉണ്ടായിരുന്ന കുഫാറിന്റെ കൂട്ടം അനുവദിച്ചില്ല. അവിടെ ഇസ്ലാമിന്റെ നിയമം എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ലാതിരുന്നാൽ ആ രാജ്യം വിട്ടു പോവുക എന്നുള്ളത്, ഹിജ്റ പോവുക, പലായനം ചെയ്യുക എന്നുള്ളതാണ്. പ്രവാചകനും അവിടുത്തെ അനുചരന്മാരും തങ്ങൾ വളർന്ന നാടുപേക്ഷിച്ച്, തങ്ങളുടെ കുടുംബങ്ങളെ ഉപേക്ഷിച്ച്, ഭാര്യമാർ ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച്, ഭർത്താക്കന്മാർ ഭാര്യമാരെ മക്കളെ ഉപേക്ഷിച്ച്, മക്കൾ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് ഇസ്ലാമിന് വേണ്ടി പലായനം ചെയ്യാൻ അവർ സന്നദ്ധരായി. അവർ മക്ക വിട്ട് മദീനയിലേക്ക് പോയി. പക്ഷേ കുഫാറിന്റെ കൂട്ടം, അവിശ്വാസികളുടെ മുശ്രിക്കിന്റെ കോമരങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവിടുത്തെ അനുചരന്മാരെയും മദീന രാജ്യത്ത് ജീവിക്കുവാൻ അനുവാദം നൽകിയില്ല. എങ്ങനെയും മദീനയെ തകർക്കുവാൻ, പ്രവാചകനെ നിഷ്കാസനം ചെയ്യുവാൻ, അവിടുത്തെ അനുചരന്മാരെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുവാനുള്ള പരിശ്രമങ്ങളുമായി അവർ മുന്നോട്ട് പോയി. ആ മുന്നോട്ട് പോയതിന്റെ അന്തിമമായ ഘട്ടമായിരുന്നു വിശ്വാസത്തിന് വേണ്ടിയുള്ള ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടം. ഹിജ്റയുടെ 2 റമദാൻ 17 ബദറിന്റെ ഭൂമികയിൽ വെച്ച് നാം കണ്ടത്. അവിടെ വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഈ സന്ദർഭത്തിൽ നാം ഓർത്തെടുക്കേണ്ടതാണ്. റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നക ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബത من أهل الإسلام لم تعبد فلا تعبد في الأرض أبدا. അല്ലാഹുവേ, ഈ ഒരു കൊച്ചു സംഘം, തൗഹീദിന്റെ സംഘം, നിന്നെ മാത്രം ആരാധിക്കുന്ന സംഘം ഈ ഭൂമിയിൽ വെച്ച്, ഇവിടെ വെച്ച് നാമാവശേഷമായി കഴിഞ്ഞാൽ നിന്നെ മാത്രം ആരാധിക്കുന്ന മറ്റൊരു വിഭാഗം ഈ ഭൂമിക്ക് മുകളിൽ ഉണ്ടാവുകയില്ല റബ്ബേ. അതുകൊണ്ട് നീ സഹായിക്കണമേ എന്നായിരുന്നു അല്ലാഹുവിനോട് നടത്തിയ പ്രാർത്ഥന. ആ പ്രാർത്ഥന അല്ലാഹു കേട്ടു. വിശ്വാസിയുടെ പ്രാർത്ഥന അല്ലാഹു കേൾക്കും. അതാണ് ബദറിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങളിൽ ഒന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻഫാലിന്റെ 9-ാമത്തെ ആയത്തിലൂടെ ഒരു വലിയ ഓഫർ, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും വഅന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. നിങ്ങൾ റബ്ബിനോട് സഹായമർത്ഥിച്ചിരുന്ന സന്ദർഭത്തിൽ തുടരെയായി അയക്കുന്ന 1000 മലക്കുകളെ കൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം നൽകുകയാണ്. അതെ, തൗഹീദിൽ ഉറച്ചു നിന്നുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന അടിസ്ഥാനപരമായ പാഠമാണ് ബദറിന്റെ ചരിത്രത്തിൽ നിന്ന് റമദാനിലൂടെ കടന്നു പോകുമ്പോ, മറ്റൊരു റമദാൻ 17 നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുമ്പോ, അത് ആഘോഷത്തിന്റെ ദിവസമായി ചില ആളുകൾ കണക്കാക്കുമ്പോൾ എന്താണ് ബദറിൽ നിന്ന് പഠിക്കേണ്ട പാഠമെന്ന് എന്റെ പ്രിയപ്പെട്ട വിശ്വാസി സമൂഹമേ നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. ആരോടായിരുന്നു ബദറിൽ വെച്ച് ഏറ്റുമുട്ടിയത്? മക്കയിലെ ഖുറൈശ് പ്രമാണിമാരിൽ ഏറ്റവും പ്രമുഖനായിരുന്ന അബൂജഹലുമായി കൊണ്ട് അബൂ സുഫിയാൻ അവന്റെ കച്ചവട സംഘത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ച ഒരു ചെറിയ സംഘം, അവർക്ക് വിവരം ലഭിച്ചു. അബൂ സുഫിയാൻ അങ്ങ് ഷാമിൽ നിന്ന് വരുന്ന വഴിക്ക് അവൻ അൽ-റീസ് വഴി, അവൻ യംബുർ വഴി, അവൻ ജിദ്ദയുടെ ഓരത്തുകൂടി അങ്ങ് ചെങ്കടലിന്റെ തീരത്തുകൂടി അവൻ മക്കയിലേക്ക് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ അബൂജഹൽ മക്കയിൽ നിന്ന് പുറപ്പെട്ടു റസൂലുള്ളാഹിയെയും സഹാബത്തിനെയും ആക്രമിക്കുന്നതിന് വേണ്ടി. കേവലം നിരായുധരായിരുന്ന 300 ചില്ലാനം വരുന്ന ഒരു കൊച്ചു സംഘം, ദുർബലരായിരുന്ന പട്ടിണിപ്പേക്കോലങ്ങളായിരുന്ന തൗഹീദിന്റെ, ഈമാനിന്റെ, അല്ലാഹു അക്ബറിന്റെ മാധുര്യം മാത്രം ജീവിതത്തിൽ നുകർന്നുകൊണ്ട് ജീവിച്ചിരുന്ന ആ തൗഹീദിന്റെ ആളുകൾ, അവരെ തകർത്ത് കളയുന്നതിന് വേണ്ടി 1000-ഓളം വരുന്ന ആയുധ വിഭൂഷിതരായ ഒരു സംഘമായിരുന്നു മക്കയിൽ നിന്ന് വന്നത്. അവൻ പ്രഖ്യാപിച്ചു, അബൂജഹൽ മദീനയിലേക്കുള്ള ബദറിലേക്കുള്ള യാത്രാ വഴിയിൽ വെച്ച് തങ്ങും, പോകും. അബൂ സുഫിയാൻ രക്ഷപ്പെട്ടുകൊള്ളട്ടെ, സമ്പത്ത് സേഫായി സെക്യൂറായി അത് മക്കയിലേക്ക് തിരിച്ചെത്തിക്കൊള്ളട്ടെ. പക്ഷേ ഇന്നത്തോടുകൂടി ബദറിലേക്ക് പോയി ചെന്നിറങ്ങിക്കൊണ്ട് അവിടെ വെച്ച് നർത്തകിമാരെ കൊണ്ട് നൃത്തം ആലപിച്ചുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് മദ്യം നുകർന്നുകൊണ്ട് മുഹമ്മദിനെയും കൂട്ടരെയും ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കിയിട്ട് ഇനി മക്കയിലേക്ക് ഒരു മടക്കമുള്ളൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു അബൂജഹൽ ബദറിലേക്ക് നീങ്ങിയത്. എന്നിട്ട് അവൻ ബദറിലെത്തി റബ്ബിനോട്, അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന
ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ സ്വഹീഹായി രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അല്ലാഹുവേ റഹിം, ഈ മുഹമ്മദ് ഉണ്ടല്ലോ, അവൻ ഞങ്ങളുടെ കുടുംബ ബന്ധത്തെ മുറിച്ചു കളഞ്ഞവനാണ്. ഞങ്ങൾക്ക് ഒരു അറിവുമില്ലാത്ത ഒരു കാര്യം, പുതിയ വാദങ്ങൾ, പുത്തൻ വാദങ്ങൾ ഞങ്ങൾ കണ്ടു ശീലിച്ചത് അത് ലാത്തയുടെ മുൻപിൽ സുജൂദ് ചെയ്യുന്നതാണ്. അത് ലാത്തയുടെയും ഉസ്സയുടെയും ഹുബലിന്റെയും മനാഫിന്റെയും ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും അവരുടെയൊക്കെ വിഗ്രഹങ്ങളുടെ മുൻപിൽ ആരാധനകൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ വാപ്പമാരെ വല്യപ്പമാരെയാണ് ഞങ്ങൾക്ക് കണ്ടുപരിചയമുള്ളത്. ഈ ഇലാഹുകളെ എല്ലാറ്റിനെയും ഏക ഇലാഹാക്കുന്ന ഒരു പുതിയ വാദവുമായി കൊണ്ടാണ് മുഹമ്മദ് കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് മുഹമ്മദിനെ നീ നിന്ദിക്കണമേ എന്ന് അബൂജഹൽ റബ്ബിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്റെ സഹോദരന്മാരെ, നിങ്ങളുടെ മനസ്സുകളെ എന്റെ സംസാരത്തിലേക്ക് ഞാൻ പ്രത്യേകം ക്ഷണിക്കുകയാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന അബൂജഹൽ ഒരു ഭാഗത്ത്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഭാഗത്ത്. പിന്നെന്തിനാ ബദറുണ്ടായത്? പിന്നെ എന്തിനാണ് ബദറുണ്ടായത്? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന അബൂജഹൽ ഒരു ഭാഗത്ത്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന മുഹമ്മദ് റസൂലുള്ള മറ്റൊരു ഭാഗത്ത്. പിന്നെ എന്തിനായിരുന്നു രക്തരൂക്ഷിതമായ പോരാട്ടം? ഇപ്പുറത്ത് പ്രവാചകന്റെ പ്രഗത്ഭരായ 14 സ്വഹാബത്ത് ബദർ ശുഹദാക്കൾ ഉണ്ടായത്, അവർ അവരുടെ രക്തം ചീന്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? തൗഹീദ് അറിയാത്ത, ഇസ്ലാമിന്റെ ബാലപാഠം അറിയാത്ത, ഇസ്ലാമിന്റെ ഏകദൈവ വിശ്വാസം എന്തെന്ന് മനസ്സിലാക്കാത്ത ആളുകൾ പഠിക്കേണ്ടതുണ്ട്. ബദർ എന്തിനു ഉണ്ടായെന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇസ്ലാമിലെ ഏകദൈവ വിശ്വാസത്തിന്റെ മർമ്മം. അതാണ് അടിത്തറ, അതാണ് ആണിക്കൽ എന്ന് പറയുന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിലുടനീളം തന്റെ പ്രയാസകരമായ സാഹചര്യത്തിലും സന്തോഷകരമായ സാഹചര്യത്തിലും ദാരിദ്ര്യാവസ്ഥയിലും സമ്പത്തുണ്ടാകുമ്പോഴും രാത്രിയിലും പകലിലും രാവിലെയും വൈകുന്നേരവും ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങൾക്കും റസൂലുള്ളാഹി പ്രാർത്ഥിച്ചിരുന്നത്, ആരാധിച്ചിരുന്നത് അല്ലാഹുവിനോട് മാത്രമായിരുന്നു. പക്ഷെ മക്കത്തെ മുശ്രിക്ക് അങ്ങനെയായിരുന്നില്ല. അവന് മുശ്രിക്ക് എന്ന് വിളിക്കുവാനുള്ള കാരണം അവനവന്റെ ജീവിതത്തിന്റെ മുഴുമേഖലകളിലും അല്ലാഹുവല്ലാത്തവരോട് മരിച്ചുപോയ മഹാത്മാക്കളുടെ ഖബറുകളുടെ മുൻപിലായിരുന്നു അവൻ കൈകൂപ്പി വണങ്ങിക്കൊണ്ട് നിന്നിരുന്നത്, അവൻ സുജൂദ് ചെയ്തിരുന്നത്, അവൻ വിഗ്രഹങ്ങളുടെ മുൻപിലായിരുന്നു നേർച്ചകൾ അർപ്പിച്ചിരുന്നത്. പക്ഷേ വലിയ ദുരന്തത്തിലേക്ക്, ക്രൈസിസിലേക്ക്, പ്രതിസന്ധിയിലേക്ക് അവൻ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ അവൻ കടലിൽ എത്തിപ്പെട്ട് അവൻ സഞ്ചരിക്കുന്ന കപ്പൽ 4 ഭാഗത്തു നിന്നും തിരമാലകൾ കൊണ്ടത് മറയിട്ട് മൂടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പൊ അവന് മനസ്സിലാകും, ലാത്തയെ വിളിച്ചത് കാര്യമല്ല, ഉദ്ദയെ വിളിച്ചത് കാര്യമില്ല, ഇബ്രാഹിം നബിയെ വിളിച്ചത് കാര്യമല്ല. അവൻ അല്ലാഹുവിനെ വിളിച്ചിരുന്നു മുഖ്ലിസീന ലഹുദ്ദീൻ, വലിയ ഇഖ്ലാസോടുകൂടി, ഒരു കളങ്കവുമില്ലാതെ, ഒരു ചാഞ്ചല്യവുമില്ലാതെ സമ്പൂർണമായ ഇഖ്ലാസ് റബ്ബിലേക്ക് മാത്രമാക്കിക്കൊണ്ടുള്ള വിളിയാണ് അവൻ നടത്തിയിരുന്നത്. അതെ, അവന് 2 തരം ജീവിതം ഉണ്ടായിരുന്നു. അവൻ അല്ലാഹുവിങ്കിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് അല്ലാഹു അല്ലാത്തവരിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു. അവൻ അല്ലാഹുവിൽ തവക്കുലാക്കേണ്ടത് അല്ലാഹു അല്ലാത്തവരിൽ തവക്കുലാക്കിയിരുന്നു. അവൻ അല്ലാഹുവിന്റെ മുൻപിൽ സമർപ്പിക്കേണ്ട പലതും അല്ലാഹു അല്ലാത്തവരുടെ മുൻപിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഇബാദത്തിൽ അവൻ അല്ലാഹുണ്ടായിരുന്നു, അവൻ ഹജ്ജ് ചെയ്തിരുന്നു, അവൻ ഉംറ ചെയ്തിരുന്നു, അവൻ ദാനധർമ്മങ്ങൾ നിർവഹിച്ചിരുന്നു. അതോടൊപ്പം അവൻ റബ്ബിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു. റബ്ബിൽ നിന്ന് മൻഫഅത്ത് പ്രതീക്ഷിക്കേണ്ടതുപോലെ മറ്റുള്ളവരിൽ നിന്ന് മൻഫഅത്ത് പ്രതീക്ഷിച്ചിരുന്നു. അവൻ റബ്ബിൽ നിന്ന് ദുരന്തങ്ങളെ, ഉപദ്രവങ്ങൾ റബ്ബ് തടയും എന്ന് വിശ്വസിച്ചതുപോലെ മറ്റുള്ളവർ അതിൽ നിന്ന് തടയും എന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു. അത് അവന്റെ തൽബിയത്തിന്റെ വാചകങ്ങളിൽ കാണാൻ സാധിക്കും. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക്. തൗഹീദിന്റെ വാചകം ഉച്ചരിച്ചു കഴിഞ്ഞതിന് ശേഷം അവൻ പിന്നീട് പറഞ്ഞിരുന്നു, ഒരു ശരീക്കുണ്ട്, ഹുവ ലക, നിനക്കുള്ള ഒരു ശരീക്ക്, ഒരു പങ്കുകാരൻ നിനക്കുണ്ട്. ആ പങ്കുകാരൻ സ്വതന്ത്രനല്ല, അവൻ സ്വമതിയത്തുള്ളവനല്ല, അവൻ സ്വയം കഴിവുള്ളവനല്ല, അവൻ സ്വയംഭുവല്ല, മറിച്ച് നീ കൊടുത്ത കഴിവിൽ നിന്ന് ആധുനിക കാലഘട്ടത്തിലെ ശിർക്കിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ പറയുന്ന വാദം തന്നെയായിരുന്നു മക്കത്തുണ്ടായിരുന്ന മുശ്രിക്കും പറഞ്ഞത്. അതുകൊണ്ടാണ് മക്കത്തെ മുശ്രിക്കിനെ മുശ്രിക്കെന്ന് വിളിച്ചത്. അതിനു വേണ്ടിയായിരുന്നു പോരാട്ടമുണ്ടായത്. ഇന്ന് ആളുകൾ മുസ്ലിങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ, ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അവർ ബദർ മാലകൾ ആലപിക്കുന്നു, അവർ ബദർ മൗലിദുകൾ നടത്തുന്നു. എവിടെ വെച്ചുകൊണ്ട്? തൗഹീദിന്റെ ഭൂമികയായ മക്ക രാജ്യത്ത് ഹജ്ജിന്റെ വേളകളിൽ മിനയുടെ തമ്പുകളിൽ വെച്ചുകൊണ്ട്, അറഫാത്തിൽ വെച്ചുകൊണ്ട് ഖുതുബിയത്തും മാല മൗലിദുകളും റാത്തീബുകളും നടത്തുന്ന ആളുകളെ കാണാൻ സാധിക്കും. ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ
ബദരീങ്ങളുടെ ബദർ ശുഹദാക്കളുടെ ബദറിൽ പങ്കെടുത്ത ആളുകളുടെ നാമം ഉച്ചരിച്ചു കഴിഞ്ഞാൽ ആ ഉച്ചരിച്ച് വായി കൂടുന്നതിന്റെ മുൻപ് അവരിൽ നിന്ന് സഹായം ലഭ്യമാകും എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഈ ഉമ്മത്തിന്റെ ഭാഗമായി കൊണ്ട് മുസ്ലിം സൊസൈറ്റിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇസ്ലാമിന്റെ അടിത്തറ അത് തൗഹീദാകുന്നു. പ്രാർത്ഥനകൾ സമ്പൂർണ്ണമായി, ഇബാദത്തുകൾ പൂർണ്ണമായി, സുജൂദുകളും വഴക്കങ്ങളും കീഴ്വണക്കങ്ങളും സമ്പൂർണ്ണമായി റബ്ബിന്റെ മുൻപിലേക്കല്ലാതെ മറ്റൊരാളിലേക്ക് സമർപ്പിക്കാൻ പാടുള്ളതല്ല. റബ്ബിങ്കിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് എന്തൊക്കെയുണ്ടോ അത് റബ്ബിങ്കിൽ നിന്ന് മാത്രമേ പ്രതീക്ഷിക്കുവാൻ പാടുള്ളൂ. റബ്ബിങ്കിൽ നിന്ന് ഭയപ്പെടേണ്ടത് എന്തൊക്കെയുണ്ടോ അത് റബ്ബിങ്കിൽ നിന്നും മാത്രമേ ഭയപ്പെടാൻ പാടുള്ളതുള്ളൂ. അള്ളാഹുവും അടിമയും ഉടമയും തമ്മിലുള്ള ഒരു വല്ലാത്ത ശക്തമായ ഒരു ബന്ധനമാണ് അഖീദ. അഖദാമെന്ന ബന്ധിച്ചു എന്ന അഖീദ എന്ന വിശ്വാസ കാര്യങ്ങൾക്ക് പറയാറുള്ളത് സാധാരണയായി കൊണ്ട് ഈമാനിന് പ്രയോഗിക്കുന്ന മറ്റൊരു പ്രയോഗമാണ് അഖീദ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലേക്ക് നമ്മളൊന്ന് എത്തി നോക്കണം. തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രാർത്ഥനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആയത്തുകൾ നമ്മുടെ മനസ്സുകളെ തൗഹീദിന്റെ ഭാഗത്ത് അടിയുറപ്പിച്ച് നിർത്തേണ്ടതുണ്ട്. ബദറിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെയും അനുചരന്മാരെയും എങ്ങനെ സഹായിച്ചുവോ അങ്ങനെയുള്ള സഹായം നമ്മുടെ മേൽ വന്നു ഭവിക്കണമെങ്കിൽ നമ്മൾ തൗഹീദിന്റെ വക്താക്കളായിക്കൊണ്ട് ഈ സമൂഹത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന, തന്റെ ഇടത്തോടുകൂടി നട്ടലിൽ നിവർന്നു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി തീരേണ്ടതുണ്ട്. അല്ലാഹു പറയുന്നു വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 186-ാമത്തെ ആയത്തിലൂടെ, വഇദാ സഅലക ഇബാദി, എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ അവരോട് പറയണം, അന്നി ഫഇന്നി ഖരീബ്, ഞാൻ വളരെ സമീപസ്ഥനാണ്. യാ ശൈഖ് മുഹിയുദ്ദീൻ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. മുഹിയുദ്ദീൻ ശൈഖ് മരണപ്പെട്ടത് അങ്ങ് ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദിലാണ്. കിലോമീറ്ററുകൾ, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരെയാണ്, വിദൂരത്തിലാണുള്ളത്. അദ്ദേഹം മരണപ്പെട്ടു പോയതാണ്. അദ്ദേഹം ആ വിളി കേൾക്കുകയില്ല. ബദരീങ്ങളെ എന്നൊരുത്തൻ വിളിച്ചു കഴിഞ്ഞാൽ ബദരീങ്ങൾ അവർ മറമാടപ്പെട്ട് കിടക്കുന്നത് സൗദി അറേബ്യയിലെ ബദർ എന്ന് പറയുന്ന ആ യുദ്ധം നടന്ന ആ ഭൂമിയിലാണ്. അവർ അവിടെ മറമാടപ്പെട്ടു. അള്ളാഹുവിന്റെ അടുക്കൽ അവരുടെ റൂഹുകൾ സ്വർഗ്ഗലോകത്ത് പാറിക്കളിക്കുന്നുവെന്ന് ഹദീസുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നു. നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് വിളിച്ചാൽ ആ വിളി അവർ കേൾക്കുകയില്ല. ആരെ വിളിക്കണം? അന്നി ഫഇന്നി ഖരീബ്, ഞാൻ നിങ്ങളുടെ സമീപസ്ഥ, ഏറ്റവും സമീപസ്ഥനായ അല്ലാഹുവിലായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ അഭയമുണ്ടാകേണ്ടത്. വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ, അതുകൊണ്ട് എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ്. ആരാണോ എന്റെ ആഹ്വാനത്തെ സ്വീകരിക്കുന്നവൻ, ആരാണോ എന്നിൽ വിശ്വസിക്കുന്നവൻ, അവൻ നേർവഴി പ്രാപിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ ഗാഫിർ 60-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറയുന്നു, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ പ്രഖ്യാപനം, ഉദ്ഉനി, നിങ്ങൾ എന്നെ വിളിക്കുക, അസ്തജിബ് ലക്കും, നിങ്ങളുടെ ആ ദുആഇന് ഞാൻ ഉത്തരം നൽകുന്നതാണ്. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എനിക്കുള്ള ഇബാദത്തിൽ ആരാണോ അഹങ്കരിക്കുന്നവൻ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവൻ നിന്ദ്യനായി നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ്. ഖുൽ, പ്രവാചകനെ പറയുക, വിശുദ്ധ ഖുർആൻ സൂറത്ത് സുമറിന്റെ 38-ാമത്തെ വചനം, അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവല്ലാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആരാധ്യന്മാർ, ജീവിച്ചവരുണ്ട്, മരിച്ചവരുണ്ട്, കല്ലുകളുണ്ട്, മരങ്ങളുണ്ട്, ജിന്നുകളുണ്ട്, പിശാച് വർഗത്തിൽപ്പെട്ട ആളുകളുണ്ട്, പലതരത്തിലുള്ള കാറ്റഗറിയിൽപ്പെട്ട ആളുകളെ നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദുർറ്, ഒരു ഉപദ്രവം നിങ്ങൾക്ക് വരുത്താൻ ഉദ്ദേശിച്ചാൽ ആ ദുർറിനെ തടയാൻ ആരാവും? അല്ലാഹു ഉദ്ദേശിച്ച പരീക്ഷണം കാരണം കൊണ്ടോ ശിക്ഷ കാരണം കൊണ്ടോ വരുത്താൻ ഉദ്ദേശിച്ച ഒരു ഉപദ്രവത്തെ, ഒരു ദുർറിനെ തടുക്കാൻ നിങ്ങൾ ആര് വിളിച്ചാലാണ് നിങ്ങൾക്ക് അതിന്റെ പ്രത്യുത്തരം അത് തടയാൻ സാധ്യമാവുക? അല്ലാഹു ഒരാൾക്കൊരു റഹ്മത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ ആ റഹ്മത്തിനെ തടഞ്ഞു വെക്കാൻ ആരാണുള്ളത്? നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മറ്റുള്ളവരെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അല്ലാഹു പറയുന്നു ഖുർആനിലൂടെ സൂറത്ത് ഫാത്തിറിന്റെ 14-ാമത്തെ വചനത്തിലൂടെ, നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ലാ യസ്മഉ ദുആഅക്കും,
ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ദുആകളെ അവർ കേൾക്കുകയില്ല. വലൗ സമിഉ, കേട്ടുവെന്ന് സങ്കൽപ്പിച്ചാൽ മാത്രം മതി, അവർ കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബൂ ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. വിളിച്ചാൽ കേൾക്കാത്ത, അഥവാ കേട്ടുവെന്ന് വെറുതെ വന്ന് സങ്കല്പിച്ചാൽ ഉത്തരം നൽകാൻ കഴിയാത്ത ആളുകളെയാണോ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്? മാത്രമല്ല യൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും, യൗമൽ ഖിയാമയിൽ വെച്ച് നിങ്ങളുടെ ശിർക്കിനെ അവർ നിഷേധിക്കുന്നുണ്ട്. ബദരീങ്ങളെ വിളിക്കുക, മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുക, ഈസാ നബിയെ വിളിക്കുക, മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിക്കുക. അവിടെ വന്നാൽ മറിയം അലൈഹി സ്വലാത്തു വസ്സലാം പറയും, ഈസാ നബി പറയും, ഞാൻ പറഞ്ഞിട്ടില്ല. എന്നെ വിളിക്കാൻ, എന്നെ ആരാധിക്കാൻ, എന്നിലേക്ക് അഭയം തേടാൻ ഞാൻ കൽപ്പിച്ചിട്ടില്ല, ഞങ്ങൾ കൽപ്പിച്ചിട്ടില്ല എന്ന് ഈ ആളുകൾ ഇവരുടെ പ്രവർത്തനങ്ങളെ നിഷേധിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരിക്കും. ആയത്ത് അവസാനിപ്പിക്കുന്നത് ഫലാ യുനബ്ബിഉക മിസ്ലു ഖബീർ എന്ന. കാര്യങ്ങൾ ഇത്രമാത്രം വ്യക്തമാക്കി പറഞ്ഞു തരാൻ അല്ലാഹു അല്ലാതെ മറ്റാരുള്ളത്? അല്ലാഹു വളരെ സ്ഫുടമാണ്. ആയത്തുകൾ സ്പഷ്ടമാണ്, കൃത്യമാണ്. വ്യാഖ്യാനങ്ങൾക്ക് അവസരമില്ലാത്ത വിധമാണ് ഇസ്ലാമിന്റെ തൗഹീദിന്റെ പ്രഖ്യാപനം വിശുദ്ധ ഖുർആന്റെ വചനങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക്, ശിർക്കിന്റെ പ്രവർത്തനങ്ങളിലേക്ക് വഴിമാറിപ്പോകുന്ന എത്രയോ സഹോദരന്മാരുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വാഹനത്തിന്റെ പിറകിൽ ഇരുന്നു കൊണ്ട് തന്റെ പിതൃവ്യപുത്രൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു യാത്ര ചെയ്യുക. കുറെ ഉപദേശങ്ങൾ ഇങ്ങനെ കൊടുക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇദാ സഅൽത ഫസ്അലില്ല, പൊന്നുമോനെ യാ ഗുലാം എന്ന് വിളിച്ചുകൊണ്ടാ പറയുന്നത്. ഇദാ സഅൽത ഫസ്അലില്ല, നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നീ റബ്ബിനോട്, അല്ലാഹുവിനോട് ചോദിച്ചോ. വഇദാ സഅൽത ഫസ്തഇൻ ബില്ലാഹ്, നിനക്ക് എന്തെങ്കിലും സഹായങ്ങൾ തേടാനുണ്ടെങ്കിൽ നീ അല്ലാഹുവിനോട് സഹായം തേടിക്കോ എന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജീവിതത്തിൽ റബ്ബല്ലാത്തവരിലേക്ക് തങ്ങളുടെ ഇബാദത്തുകൾ വഴിമാറിപ്പോയി ശിർക്കിന്റെ ആളുകളായി മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകാനിരിക്കുന്ന ദുരന്തം എന്ന് പറയുന്നത് അത് ഒട്ടും ചെറുതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോമ്പിലാണല്ലോ എല്ലാവരും ഉള്ളത്. എന്തിനാ നോമ്പെടുത്തത്? എന്തിനാണ്? മഗ്ഫിറത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി, ചെയ്തു പോയ പാപങ്ങളൊക്കെ പൊറുക്കുന്നതിന് വേണ്ടി. ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചാൽ അവൻ ചെയ്ത പാപങ്ങൾ അല്ലാഹു പൊറുത്തു തരികയില്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസാഇന്റെ 48-ാമത്തെ വചനത്തിലും 116-ാമത്തെ വചനത്തിലും 2 തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചു പറയുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിർ, ഇന്നല്ലാഹ ലാ യഗ്ഫിർ, പാപം പൊറുത്തു തരേണ്ടവൻ റബ്ബാ. ആ റബ്ബാണ് പറയുന്നത്, ഇന്നല്ലാഹ ലാ യഗ്ഫിർ അൻ യുശ്റക ബിഹി, അവനിൽ പങ്കു ചേർത്ത ആളുകൾക്ക് അവൻ പൊറുത്തു കൊടുക്കുന്നതല്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിർ അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, ശിർക്കല്ലാത്ത മറ്റു പാപങ്ങളൊക്കെ അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ പുറത്തു കൊടുക്കും. അവൻ യുശ്രികു ബില്ലാഹ് ഫഖദ് ഇഫ്തറ ഇസ്മൻ അളീമ, ആരെങ്കിലും ശിർക്ക് ചെയ്താൽ അവനൊരു വമ്പിച്ച ഒരു വാദം തന്നെയാണ്, കെട്ടുവാദം തന്നെയാണ് അവൻ അത് മുഖേന ഉന്നയിച്ചിരിക്കുന്നത്. ഒരായത്തിൽ അങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്, മറ്റൊരായത്തിൽ അല്ലാഹു അവസാനിപ്പിക്കുന്നത് അവൻ യുശ്രികു ബില്ലാഹ് ഫഖദ് ളല്ല ളലാലൻ ബഈദാ, അവൻ വളരെ വിദൂരമായ വഴികേടിൽ അവൻ പിഴച്ചു പോയിരിക്കുന്നുവെന്ന വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയുടെ 72-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നു, അവൻ യുശ്രികു ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് ചെയ്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന്റെ മേൽ അല്ലാഹു സ്വർഗ്ഗം ഹറാമാക്കി. സ്വർഗ്ഗം ഹറാമാകുന്നു അവന്റെ മേൽ. ഒരിക്കലും അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ശിർക്കില്ലാതെ വലിയ തിന്മകളുമായി റബ്ബിന്റെ അടുക്കലേക്ക് ചെന്നാൽ ആ തിന്മകൾക്കുള്ള ശിക്ഷ അവൻ അനുഭവിച്ചു കഴിഞ്ഞതിന് ശേഷം ശഫാഅത്തിന്റെ അടിസ്ഥാനത്തിൽ അവനെ നരകത്തിൽ നിന്ന് പുറത്തേക്കെടുത്ത് സ്വർഗത്തിലെ അരുവികളിൽ, നദികളിൽ അവനെ മുക്കിയെടുത്ത് അവന് പിന്നീട് അവന് ജീവനിട്ട് കൊടുക്കുമെന്ന് സ്വഹീഹായ ഹദീസുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പക്ഷേ മുശ്രിക്ക് ഖാലിദീന ഫീഹാ അബദാ, അവൻ എന്നും നരകത്തിൽ നിത്യവാസിയായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു. ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു നാർ, അവൻ നരകത്തിലായിരിക്കും അവന്റെ അന്ത്യമുണ്ടാവുക. വമാലിൽ ളാലിമീന മിൻ അൻസാർ, ഒരു സഹായിയെയും അവിടെ വെച്ച് അവന് ലഭിക്കുന്നതല്ല. അവന്റെ പാപം പൊറുക്കില്ല, അവന്റെ കർമ്മങ്ങൾ ബാത്തിലായി തീരും. സൂറത്ത് സുമറിന്റെ 65-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത കർമ്മങ്ങളൊക്കെ ബാത്തിലായി തീരും.
ചെയ്തു പോയ പാപങ്ങളൊന്നും പൊറുക്കപ്പെടാതിരിക്കുക, സ്വർഗം ഹറാമാക്കപ്പെടുക, നരകം നിത്യവാസത്തിന്റെ കേന്ദ്രമായി മാറുക, അവിടെ നിന്ന് ഒരു ഇടവേള, ഒരു ലഘൂകരണം, അതിന് കഴിയുന്ന ഒരു സഹായികളെയും ലഭ്യമല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായാലുണ്ടാകുന്ന ദുരന്തം എത്രമായിരിക്കുമെന്ന് സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. റമദാൻ 17 കടന്നു പോകുമ്പോൾ ആ ബദരീങ്ങളെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്, അവരുടെ വിശ്വാസങ്ങളെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, ബദറിലെ പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ആ ബദരീങ്ങൾ അവർ സ്വർഗാവകാശികളാണ്, അവർ സ്വർഗത്തിന്റെ അവകാശികളാണ്. അവർ കടന്നുപോയ സ്വർഗത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നമ്മുടെ വിശ്വാസം ബദരീങ്ങളുടെ വിശ്വാസം പോലെയായിരിക്കണം. നമ്മുടെ കർമ്മങ്ങൾ ആ ബദരീങ്ങളുടെ കർമ്മങ്ങൾ പോലെയായിരിക്കണം. നമ്മുടെ ഈമാൻ, ശക്തമായ ഈമാൻ ആ ബദരീങ്ങളുടെ ഈമാൻ പോലെയായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ത്യജിക്കേണ്ടത്, സഹിക്കേണ്ടത് ആ ബദറിൽ വെച്ചുകൊണ്ട് ആ ബദരീങ്ങൾ എങ്ങനെയാണോ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തത് അതുപോലെയായിരിക്കണം. എങ്കിൽ അള്ളാഹുവിന്റെ സഹായങ്ങൾ നമുക്കുണ്ടാകും. ബദർ അതിന്റെ രാത്രിയിൽ തുടങ്ങിയതാണ് അള്ളാഹുവിന്റെ സഹായം. വെള്ളമില്ലാതെ പ്രയാസപ്പെട്ടു, അവർക്ക് അള്ളാഹു മഴ വർഷിപ്പിച്ചു കൊടുത്തു. ആ രാത്രിയിൽ അവർ യാത്ര ചെയ്ത് ക്ഷീണിതരായിരുന്നു. അവർക്ക് കുറച്ചു സമയത്തേക്ക് ഒരു പ്രത്യേകമായ ഉറക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉറക്കിക്കളഞ്ഞു. അപ്പുറത്തേക്ക് സൈന്യത്തെ നോക്കി 3 ഇരട്ടിയുള്ള സൈന്യത്തെ അവരൊരു കൊച്ചു സംഘം പോലെ ഇവരുടെ കണ്ണുകളിൽ അള്ളാഹ് കാണിച്ചു കൊടുത്തു. ഇപ്പുറത്തുള്ള ചെറിയ സംഘത്തെ ഒരു വലിയ സംഘം പോലെ അപ്പുറത്തുള്ള ആളുകൾക്ക് അള്ളാഹു കാണിച്ചു കൊടുത്തു. ആകാശ ലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ മലായിക്കത്തുകളെ ഇറക്കി. ഇത് തസ്തഗീസുന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ എന്ന് സൂറത്ത് അൻഫാലിൽ 1000ഓളം വരുന്ന മലക്കുകൾ എന്ന് പ്രയോഗം നടത്തിയെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആൽ ഇംറാനിൽ 3000 മലക്കുകൾ, 5000 മലക്കുകൾ എന്ന പ്രയോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുണ്ട്. ആ മലക്കുകളോട് പ്രത്യേകമായ നിർദ്ദേശം അല്ലാഹു വഹിയായി നൽകി. എന്താ വഹി? സൂറത്ത് അൻഫാലിന്റെ 12ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നു, ഇത് യൂഹി റബ്ബുക ഇലൽ മലായിക. മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകിയ സന്ദർഭം, അന്നീ മഅക്കും, ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. വിശ്വാസി സമൂഹത്തെ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തേണ്ടതുണ്ട്. കാഫിറുകളുടെ മനസ്സിനകത്ത് നാം ഒരു പ്രത്യേകമായ ഭയം ഇട്ടുകൊടുക്കുന്നതാണ്. കാഫിറുകളുടെ പിരടിയുടെ മേലെ നിങ്ങൾ വെട്ടിക്കളയുക. കാഫിറുകളുടെ വിരലുകളെ നിങ്ങൾ ഛേദിച്ചു കളയുക എന്ന്. കയ്യിന്റെ വിരല് പോയാൽ പിന്നെ ആയുധം പിടിക്കാൻ കഴിയില്ല. ആയുധം കൊണ്ട് നേർക്ക് നേരെയുള്ള മാംസവും തമ്മിലുള്ള പോരാട്ടത്തിന്റെ കാലഘട്ടത്തിൽ കയ്യിന്റെ വിരല് പോയാൽ യാതൊരു രക്ഷയുണ്ടാവില്ല. മലക്കുകളോട് അള്ളാന്റെ കൽപ്പന അവരുടെ വിരലുകൾ വെട്ടിക്കോളാനും അവരുടെ പിരടികൾ വെട്ടിക്കോളാനുമായിരുന്നു. അതെ, അള്ളാഹുവിന്റെ വലിയ വിശാലമായ സഹായമാണ് ബദറിൽ സംഭവിച്ചത്. അതാണ് സൂറത്ത് ആലി ഇംറാനിന്റെ 123ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നത്, വലഖദ് നസറകുമുല്ലാഹു ബിബദർ നിങ്ങൾ വളരെ ദുർബലരായിരിക്കെ ബദറിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിച്ചു. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കണം. ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ള ആളുകളായി തീരുന്നതിന് വേണ്ടി. ബദറിലുണ്ടായിരുന്ന ആളുകൾക്ക് റബ്ബിന്റെ അടുക്കൽ നിന്ന് ലഭ്യമായ സഹായം പോലെയുള്ള സഹായം ഇന്ന് ആധുനിക ലോകത്തെ മുസ്ലിം സമൂഹത്തിന് കിട്ടാതെ പോകുന്നു. ദുരന്തങ്ങളിൽ, ഭയപ്പാടിൽ, ഭരണാധികാരികളെ പേടിച്ചുകൊണ്ട് അപ്പുറത്തെ പേടിച്ച് ഇപ്പുറത്തെ പേടിച്ച് ഒരു വല്ലാത്ത വ്യാകുലമായ അവസ്ഥയിലാണ് ലോകത്തെ മുസ്ലിങ്ങൾ കഴിഞ്ഞുകൂടുന്നത്. എന്തേ അതിന്റെ കാരണം? ബദരീങ്ങൾക്കുണ്ടായിരുന്ന ഈമാൻ, വിശ്വാസം നഷ്ടപ്പെട്ടു പോയി എന്ന്. ഇന്ന് ഈ ഉമ്മത്തിന്റെ അവലംബം, ഈ ഉമ്മത്തിന്റെ തവക്കുൽ, ഈ ഉമ്മത്തിന്റെ പ്രതീക്ഷ, ഈ ഉമ്മത്തെ ലക്ഷ്യം വെക്കുന്നത് അല്ലാഹു അല്ലാത്തവരിൽ നിന്നുള്ള സഹായങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ലക്ഷ്യം വഴിമാറിയപ്പോ, ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ തൗഹീദ് വഴിമാറിയപ്പോ ഈ ഉമ്മത്ത് ഭയപ്പാടിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളായി മാറി. മുസ്ലിം ഉമ്മത്തിന്റെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ അവർ മഖ്ബറകളുടെ മുൻപിൽ, മഖാമുകളുടെ മുൻപിൽ അവലംബിക്കുന്ന ആളുകളായി കൊണ്ട് മാറിയിട്ടുണ്ട്. ഒരു രോഗം വന്നാൽ اللهم رب الناس اذهب الباس اشفي انت الشافي لا شفاء الا شفاؤك شفاء لا يغادر سقما انت الشافي റബ്ബേ, നീയാണ് രോഗത്തിന് ശിഫ നൽകുന്നവൻ, അതുകൊണ്ട് നീ ശിഫ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ റസൂൽ പഠിപ്പിച്ചു. പക്ഷേ ഉമ്മത്തിന്റെ കയ്യിലും കാലിലും കഴുത്തിലും തണ്ടയിലും അരയിലും ഒക്കെ കറുത്ത നൂലുകളും ഏലസുകളും തിവലത്തുകളുമായി കൊണ്ട് സമൂഹം നടക്കാൻ തൗഹീദ് പഴച്ചു പോയതാ കാരണം. ഒന്ന് തപ്പി നോക്കി, ഒന്നിങ്ങനെ തടവി നോക്കി എല്ലാവരും.
കയ്യിലൂടെ, കാലിലൂടെ, അരയിലൂടെ, കഴുത്തിലൂടെ എന്തെങ്കിലും ഒന്ന് എവിടെയെങ്കിലും തടയുന്നുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ അതെപ്പോൾ പൊട്ടിച്ച് ദൂരേക്ക് വലിച്ചെറിയുന്നുവോ അന്ന് മാത്രമേ ഈ ഉമ്മത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള സഹായം ലഭ്യമാവുകയുള്ളൂ. പ്രവാചകന്റെ അടുക്കലേക്ക് തൗഹീദ് സ്വീകരിക്കാൻ, ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ഷഹാദത്തിൽ ഏർപ്പെടാൻ, കരാറിൽ ഏർപ്പെടാൻ കൈ നീട്ടിയ സഹാബിയുടെ കൈത്തണ്ടയിൽ കറുത്ത ചരട് കണ്ടപ്പോ പ്രവാചകൻ തന്റെ തിരുകൈ പറയിലേക്ക് വലിക്കുകയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, അത് പൊട്ടിച്ചു കളയാൻ. അത് പൊട്ടിക്കുന്നതോടുകൂടി മാത്രമേ അവന്റെ മനസ്സ് ഈമാനിലേക്ക്, തൗഹീദിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. കേവലം ഒരു നൂലിൽ, ഒരു ഐക്കല്ലിൽ, ഒരു ഏലസിൽ കടലിലേക്ക് പഴം വലിച്ചെറിഞ്ഞുകൊണ്ട് ആ കടലിൽ നിന്ന്, കടലമ്മയിൽ നിന്ന് സമ്പത്തിനെ, മത്സ്യസമ്പത്തിനെ പ്രതീക്ഷ വെച്ച് പുലർത്തുക. കടലിലേക്ക് പോകുമ്പോ, മീൻ പിടിക്കാൻ വേണ്ടി പോകുമ്പോ അത് ഒരു ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു പ്രവർത്തനത്തിലാണ് അവൻ ഏർപ്പെടുന്നത്. അവിടെ അവൻ അഭയം തേടേണ്ടത്, മക്കത്തെ മുശ്രിക്ക് അന്ന് അഭയം തേടിയത് അള്ളാഹുവിലായിരുന്നു ഇഖ്ലാസോടുകൂടി. ഇന്ന് കേവലം ഒരു പഴത്തിൽ അഭയം തേടുന്ന ഉമ്മത്തും നേതാക്കന്മാരും ഉണ്ടായി എന്നുള്ളതാണ് ഈ ഉമ്മത്ത് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്തം എന്ന് പറയുന്നത്. സമ്പത്ത് അള്ളാഹുവിൻ്റെതാണ്. അത് കൂടുകയും കുറയുകയും ചെയ്യുന്ന റബ്ബിന്റെ ഖദർ അനുസരിച്ചുകൊണ്ടാണ്. കച്ചവട കേന്ദ്രങ്ങളുടെ, കടകളുടെ മുഴുവൻ ക്യാഷ് കൗണ്ടറുകളിൽ ബദറിൽ പങ്കെടുത്ത ബദർ ശുഹദാക്കളുടെ നാമങ്ങൾ രേഖപ്പെടുത്തിയ ചെമ്പ് ഫലകങ്ങൾ കെട്ടിത്തൂക്കി. ആ കെട്ടിത്തൂക്കി കഴിഞ്ഞാൽ അസ്മാഇന്റെ തൽസമാത്തിന്റെ ക്ഷുദ്ര പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായാൽ കച്ചവടത്തിലേക്ക് സമ്പത്ത് ധാരാളമായി, കച്ചവടത്തിൽ വർധനവുണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഈ ഉമ്മത്തിന്റെ മേൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള സഹായത്തെ പ്രതീക്ഷിക്കാൻ സാധ്യമല്ല. ശിർക്കിന്റെ അടയാളങ്ങളെ പൊട്ടിച്ചെറിയാൻ, ദൂരേക്ക് വലിച്ചെറിയാൻ, പൈശാചികമായ മുഴുവൻ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് റബ്ബിലേക്ക് മാത്രമായിക്കൊണ്ട് അഭയം തേടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോടല്ലാതെ മറ്റാരാളോടും ദുആ ചെയ്യുന്ന അവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജിന്നിന്റെ 18-ാമത്തെ ആയത്തിലൂടെ എന്ന് പറയുന്നു, അന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്. പള്ളികളിൽ നിന്ന്, പള്ളി മിനാരങ്ങളിലെ ഉച്ചഭാഷണികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റമദാൻ മാസം 17-ാം തീയതി ബദർ മാലകളും ബദർ ബൈത്തുകളും ആലപിക്കുന്ന ഈ ഉമ്മത്തിലെ അറിവില്ലാത്ത സാധുക്കളായ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. വലിയ ബാധ്യത പ്രബോധക പ്രവർത്തകർക്കുണ്ട്. തിരുത്തേണ്ടതുണ്ട്, തിരുത്താനുള്ള ശ്രമങ്ങൾ ഏർപ്പെടേണ്ടതുണ്ട്. അതായിരുന്നു പൂർവികരായ സ്വഹാബത്തും അവിടുത്തെ തുടർന്ന് കടന്നു വന്ന തലമുറകളും ആ മേഖലയിൽ കാഴ്ചവെച്ച പ്രവർത്തനങ്ങൾ നമ്മൾ ആ മേഖലയിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. ആ ഒരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ദഅവത്തുമായി കൊണ്ട് ഉണ്ടാവണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുന്നു. സർവമാന പ്രവാചകന്മാരും ഈ സമൂഹത്തോട് വന്നിട്ട് പറഞ്ഞത്, നോഹ നബി വന്നിട്ട് എന്താ പറഞ്ഞത്? വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫഖാല യാ ഖൗമി ഇഅ്ബുദുല്ലാഹ് യാ ഖൗം ഇഅ്ബുദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. അല്ലയോ എന്റെ സമൂഹമേ, നിങ്ങൾ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക, അവനല്ലാതെ മറ്റൊരു ഇലാഹ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. ഈ വാചകം മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ മറ്റൊരു ഇലാഹ് നിങ്ങൾക്ക് ഉണ്ടാവരുത് 9 തവണ വിശുദ്ധ ഖുർആൻ ഓരോ പ്രവാചകന്മാരുടെ ചരിത്രവും പറയുന്നിടത്ത് ആവർത്തിച്ച് പ്രയോഗിച്ച ഒരു പ്രയോഗമാണ്. നമ്മൾ നോമ്പെടുക്കുന്ന ആളുകളാണ്. ആ നോമ്പെപ്പോഴാ അല്ലാഹു സ്വീകരിക്കുക? മൻ സ്വമ റമദാന ഈമാൻ പോയാൽ, തൗഹീദ് പോയാൽ നോമ്പ് വേസ്റ്റാണ്, എല്ലാം വേസ്റ്റാണ്. അതുകൊണ്ട് അത്തരത്തിൽ കർമ്മങ്ങൾ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല. അള്ളാഹുവിന്റെ എല്ലാ നിലക്കുമുള്ള സഹായങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദിൽ ഉറച്ചു നിന്നുകൊണ്ട് റബ്ബിന്റെ എല്ലാവിധ റഹ്മത്തും അവന്റെ ബറക്കത്തും അവന്റെ മഗ്ഫിറത്തും ദുനിയാവിലും ആഖിറത്തും ലഭ്യമാകുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അളീം ലി വലക്കും വസائر المسلمين والمسلمات والمؤمنين والمؤمنات فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين محمد آله وصحبه أجمعين. أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള സഹോദരി, ഒരു മാനസികമായി പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധം പലപ്പോഴും അതിൻ്റെ അലയൊലികളെല്ലാം നമ്മൾ കാണുകയും അനുഭവിക്കുകയും ചെയ്തത്. ലോകം വളർന്ന്
ആധുനിക യാത്രാ സംവിധാനങ്ങൾ വളർന്നു. അതിന്റെ ഫലമായി ഓരോ രാജ്യത്തുള്ള മനുഷ്യ സമൂഹം വ്യത്യസ്തങ്ങളായ മറ്റു രാജ്യങ്ങളിൽ പോയി തൊഴിലെടുത്തുകൊണ്ട് കച്ചവടം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ. സ്വാഭാവികമായും അത്തരത്തിലുള്ള യാത്രകൾ മുടങ്ങിപ്പോവുകയും തലക്ക് മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ വാണമിട്ട് കളിക്കുന്നത് പോലെ മിസൈലുകൾ, ബോംബുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് കാണുമ്പോൾ ആരുടെയും മനസ്സ് വേദനിച്ചു. മക്കളൊക്കെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഉപ്പമാർ അവർ ഏറെ മനപ്രയാസത്തിലാണ് കഴിഞ്ഞുപോകുന്നത്. യുദ്ധം ഒരിക്കലും അതൊരു പ്രശ്നത്തിനുള്ള ശാശ്വതമായ പരിഹാര മാർഗമല്ല. പക്ഷേ ഇന്ന് ലോകത്ത് നടക്കുന്ന രാഷ്ട്രീയപരമായ മേഖലകളിലുള്ള യുദ്ധങ്ങളുടെ അതിൻ്റെയൊക്കെ ഏതെങ്കിലും ഒരു വഴിക്ക് തിരിച്ചുവിടാനും അല്ലെങ്കിൽ അതൊരു രമ്യതയിൽ എത്തിക്കാനും സാധിക്കുന്ന ആളുകളല്ല നമ്മെ പോലെയുള്ള ആളുകൾ. അത് ഇടപെടാൻ സാധിക്കുന്ന, അതിന്റെ മസ്ലഹത്തിന്റെ രഞ്ജിപ്പിന്റെ മേഖലയിലേക്ക് കടന്നു വരാൻ കഴിയുന്ന പ്രാപ്തരായ ഭരണാധികാരികൾ, രാഷ്ട്രതന്ത്രജ്ഞന്മാർ ധാരാളമാണ്. നമുക്ക് ചെയ്യേണ്ട, നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. ലോകത്ത് സംഭവിക്കുന്ന എല്ലാം അത് അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഖദറിൽ നന്നായി വിശ്വസിക്കും. ഒരു തെറ്റും ചെയ്യാതെ തന്റെ തൊഴിലെടുത്ത് വിദേശ രാജ്യത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി, അവൻ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ മുകളിലേക്ക് അപ്രതീക്ഷിതമായ ഒരു ബോംബ് വന്ന് വീണ് പൊട്ടി അവൻ അവിടെ വെച്ച് മരിച്ചാൽ അങ്ങനെയാണ് കണക്കാക്കിയത് എന്ന് വിശ്വസിക്കുന്ന ആളുകളായിരിക്കണം. എല്ലാം ഈ പ്രപഞ്ചത്തിൽ എന്തൊന്ന് സംഭവിക്കുന്നുണ്ടോ ആ സംഭവിക്കുന്ന സകലമായ കാര്യങ്ങളും ഞങ്ങൾക്ക് അള്ളാഹു രേഖപ്പെടുത്തിയതല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്കൊരിക്കലും സംഭവിക്കുകയില്ല. അവനാകുന്നു ഞങ്ങളുടെ രക്ഷാധികാരി എന്ന് പറയുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അതുകൊണ്ട് മുഅ്മിനുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളായി മാറണം എന്നുള്ള. ചിലപ്പോഴൊക്കെ ചില ദുരന്തങ്ങളൊക്കെ അത് ഹൈറായി മാറും. നേർക്ക് നേരെ നമുക്ക് അതൊരു പ്രയാസമായി അനുഭവപ്പെട്ടേക്കാം. പക്ഷെ അത് ദുരന്തം, അത് ഹൈറായി മാറാം. ഹൈറാണ് നമുക്ക് തോന്നുന്നത് ഷർറായി മാറാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ 216 വചനത്തിലൂടെ അല്ലാഹു നമ്മെ അറിയിക്കുകയാണ്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് ഫിത്നയുടെ കുഴപ്പത്തിന്റെ കാലം. ഈ കാലത്ത് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുന്ന ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. അൽ ഇബാദത്തു ഫിൽ ഹർജ്, ഫിത്നയുടെ ദുരന്തത്തിന്റെ കാലഘട്ടത്തിലെ ഇബാദത്ത് കഹിജ്റതി ഇലയ്യ, എന്നിലേക്ക് ഹിജ്റ വരുന്നത് പോലെയാണ്, അതിന് തുല്യമായ പ്രതിഫലമാണ് അവന് ആരാധനാ കാര്യങ്ങളിൽ ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുക. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫിത്നയുടെ ആളുകളായി മാറാതിരിക്കുക എന്നുള്ളതാണ്. വാർത്തകൾ കേൾക്കുന്നു എന്റെ സഹോദരന്മാരെ, യുദ്ധമുഖത്ത് ആദ്യം മരിക്കുക സത്യമായി. ആദ്യത്തെ മരണം സത്യത്തിനാണ് സംഭവിക്കുക. യുദ്ധമുഖത്ത് ഒരു വാർത്തകളും അത് ഒരിക്കലും അത് ശരിയായി കൊള്ളണം എന്നില്ല. അത് ഇറാനിനോട് താല്പര്യമുള്ള ആളുകൾ ഇസ്രായേലിലെ ബിൽഡിംഗ് കത്തുന്നതിന്റെ വീഡിയോ ഇങ്ങനെ പ്രചരിപ്പിക്കുക. ഇസ്രായേലിനോട് താല്പര്യമുള്ള ആളുകൾ ഇറാനിൽ ബോംബിട്ടതിന്റെ വീഡിയോ എന്റെ പ്രചാരകരായി തീരുക. നമ്മളിങ്ങനെ പ്രചരിപ്പിക്കുക. ഈ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധ്യമല്ല. ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വ്യാപൃതരാവാതെ പ്രാർത്ഥനയുമായി കഴിഞ്ഞുകൂടുന്ന ആളുകളായിരിക്കണം നമ്മളെന്ന് വളരെ ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നാലാമതായി ഒരൊറ്റ പോയിന്റ് കൂടി ശ്രദ്ധിക്കുക. ഇറാനിന്റെ ആധികാരികനായ ഭരണാധികാരി അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചുവെന്നും ഇല്ലെന്നുമുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ച സമയത്ത് പല കോണുകളിൽ നിന്ന്, പ്രത്യേകിച്ച് ഈ ഉമ്മത്തിന്റെ ഉള്ളിൽ നിന്ന്, സാധാരണക്കാരിൽ നിന്നും കൃത്യമായി ഈ വിഷയത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ആളുകളിൽ നിന്നുമൊക്കെ ഒരു രക്തസാക്ഷിത്വ പരിവേഷം അദ്ദേഹത്തിന് നൽകുകയും ധീര രക്തസാക്ഷി എന്നൊക്കെയുള്ള അഭിസംബോധനകൾ നമുക്ക് കാണാൻ സാധിക്കും. ശ്രദ്ധിക്കുക, ഇമാം ബുഖാരി അദ്ദേഹം തന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായത്തിന് ഒരു തലക്കെട്ട് നൽകുന്നുണ്ട്. ആ തലക്കെട്ടിന്റെ പേര് ലാ യഖൂൽ ഫുലാനുൻ ഷഹീദ്, ഒരു വ്യക്തിയെ ഷഹീദ് എന്ന് വിളിക്കാൻ പാടില്ല. സ്വഹീഹുൽ ബുഖാരിയിലെ ഒരു അധ്യായത്തിന്റെ പേരാണത്. ആ അധ്യായത്തിന് കീഴിൽ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ്
ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ഖാല അബൂ ഹുറൈറ അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അഅലമു ബിമൻ യുജാഹിദു ഫീ സബീലിഹി. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ആര് ജിഹാദ് ചെയ്തു എന്ന് ഏറ്റവും നന്നായി അറിയുന്നവൻ അല്ലാഹു ആകുന്നു. വല്ലാഹു അഅലമു ബിമൻ യുഗ്ലമു ഫീ സബീലിഹി. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ആരാണ് പരിക്ക് പറ്റിയവൻ, വേദന പ്രയാസം സഹിച്ചവൻ ആരാണ് എന്ന് അല്ലാഹുവാണ് അറിയുക എന്നുള്ളതാണ്. ഈ ഹദീസിന് സഹീഹുൽ ബുഖാരിയുടെ ആധികാരിക വ്യാഖ്യാന ഗ്രന്ഥമായ ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരു വിശദീകരണം നൽകുന്നുണ്ട്. ഐ അലാ സബീലിൽ ഖത്ഇ ബിദാലിക ഇല്ല അൻ കാനൂ ബിൽ വഹി ഫൽ മുറാദു അൻ-നഹി അൻ തഈൻ വസ്ഫ് വാഹിദൻ ബിഐനിൻ بأنه شهيد بل يجوز أن يقال ذلك على طريق الإجمال. വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു വ്യക്തി ഷഹീദാണെന്ന് പറയാൻ പറ്റില്ല, പൊതുവായിട്ട് പറയാം. റസൂലുള്ളാഹിയുടെ ഹദീസുകളുണ്ട്, യുദ്ധത്തിൽ മരണപ്പെട്ടു പോയ ആളുകൾ ഷഹീദുകളാകുന്നു എന്ന് പറയും. ഒരാളെ പേരെടുത്ത് പറയാൻ പാടില്ല, പേരെടുത്ത് പറയാൻ പാടില്ല. ഒരു വ്യക്തി മരിച്ചാൽ അദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറയാൻ പാടില്ല, അയാളുടെ പേരെടുത്ത് പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന. എങ്ങനെ പറഞ്ഞത്? അത് ഹദീസിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ മുഹാജിറുകളിൽ മദീനയിൽ വെച്ച് ആദ്യമായി മരണപ്പെട്ട ഉസ്മാൻ ഇബ്നു ത്വൽഹ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ വീടിന്റെ ഉള്ളിൽ നിന്ന് സ്ത്രീകൾ കരയുന്നതിന്റെ ഇടയിൽ പറഞ്ഞു പോയി, അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി. ഇത് അല്ലാഹുവിന്റെ റഹ്മത്ത്, അല്ലാഹുവിന്റെ സ്വർഗ്ഗം. ഉസ്മാൻ ഇബ്നു ത്വൽഹ സ്വർഗ്ഗത്തിൽ പോയി എന്നാ പറഞ്ഞത്, തിരുത്തുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറയാൻ പാടില്ല. ഉസ്മാൻ ഇബ്നു ത്വൽഹയെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞില്ല, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞു. എന്തുകൊണ്ട് പറഞ്ഞു? വഹയി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു. ജിഹാദ് യുദ്ധത്തിൽ പങ്കെടുത്ത് യുദ്ധത്തിന്റെ അങ്കണത്തിൽ മരിച്ചു കിടക്കുന്ന വ്യക്തിയെ ചൂണ്ടിക്കൊണ്ട് സ്വഹാബികൾ വിളിച്ചു പറഞ്ഞു, ഫുലാനുൻ ഷഹീദുൻ, ഫുലാനുൻ ഷഹീദുൻ. റസൂലുള്ളാഹി അംഗീകരിച്ചു. ഒരാളുടെ പേര് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ലാ ഇന്നഹു ഫിന്നാർ, അവൻ നരകത്തിലാകുന്നു. യുദ്ധത്തിൽ കിടക്കുക, മരിച്ചു കിടക്കുക, രക്തത്തിൽ കുളിച്ചു കിടക്കുക, ആ വ്യക്തിയെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു ഇന്നഹു ഫിന്നാർ. എന്താ അങ്ങനെ പറഞ്ഞത്? അത് വഹയിന്റെ അടിസ്ഥാനത്തിൽ. സഹോദരന്മാരെ, സ്വർഗവും നരകവും തീരുമാനിക്കുന്നത് നമ്മളല്ല. ഒരു വ്യക്തിയെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. ഒരു വ്യക്തി ഷഹീദാകുന്നു, വ്യക്തിയുടെ പേരെടുത്ത് ഷഹീദ് എന്ന് പറയാൻ പാടില്ല. ഇവിടെ മരിച്ച വ്യക്തി, ആ വ്യക്തിയെ കുറിച്ച് തീരെ പറയാൻ പാടില്ല. എന്തുകൊണ്ട്? റാഫിദിയാണ്, ഷിയയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വിലായത്ത് അംഗീകരിക്കാത്തവൻ, അബൂബക്കറും ഉമറും ഉസ്മാനും കാഫിറാണ് എന്ന് പറയാത്തവൻ, അവൻ മുസ്ലിം അല്ലെന്നുള്ള വിശ്വാസത്തിന്റെ വക്താക്കളാ ഈ മരിച്ചുപോയ വ്യക്തി. അദ്ദേഹത്തിന് ഒരു ഗ്രന്ഥമുണ്ട്, അൽ ഖവാസു വൽ ലഹവാത്തുൽ മസ്വീരിയ. എടുത്തു വായിക്കണം ആ ഗ്രന്ഥം. അദ്ദേഹം പറയുന്നത് ഇസ്ലാമിക ലോകത്ത് ആദ്യമായി ഫിത്നയുടെ നാമ്പ് നട്ടത് അബൂബക്കറാണ് എന്നാണ്. അഊദു ബില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ലാ തുസ്ബു സഹാബ, എന്റെ സ്വഹാബത്തിനെ നിങ്ങൾ ചീത്ത വിളിക്കരുത് എന്ന്. അബൂബക്കറിന്റെ, ഉമറിന്റെ, ഉസ്മാന്റെ പേര് കേട്ടാൽ ലഅനത്ത് പറയുക എന്നുള്ളത് ഷിയാക്കളുടെ അടിസ്ഥാനപരമായ വിശ്വാസമാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അല്ലാഹുവിന്റെ വലിയാണ് എന്നും, അവിടെ നിന്ന് ഒരു പടി ഉയർന്ന് അല്ലാഹുവിന്റെ പ്രവാചകനാണ്, മുഹമ്മദ് നബിക്ക് വഹി കൊടുത്തത്, അലിക്ക് കിട്ടേണ്ടിയിരുന്ന വഹി ജിബ്രീലിന് ആളുമാറി കൊടുത്തതാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. പ്രവാചകന്റെ പത്നിമാരെ സംബന്ധിച്ച് വ്യഭിചാര ആരോപണത്തിന്റെ കഥകൾ പ്രചരിപ്പിക്കുന്ന ആളുകളാണ്. മുസ്ലിം ലോകത്തെ, ഷിയാക്കളുടെ പുറത്തുള്ള മുഴുവൻ ലോകത്തെയും സുന്നി വിഭാഗത്തെ പൂർണ്ണമായി കാഫിറുകളാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഷിയാക്കൾ. അതുകൊണ്ട് ജീവിതത്തിൽ അവിശുദ്ധനായവൻ സാമ്രാജ്യത്വത്തിന്റെ ബോംബ് വന്ന് തലക്ക് മുകളിലേക്ക് വീഴുന്നതോടുകൂടി അവൻ ഒരിക്കലും വിശുദ്ധനാവുകയില്ല എന്ന് തിരിച്ചറിയണം. ഇങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം സാമ്രാജ്യത്വത്തെ പിന്തുണക്കുന്നു എന്നുള്ളതല്ല. സാമ്രാജ്യത്വം ഇസ്ലാമിന്റെ ശത്രുവാണ്. സയനിസം, ജൂതലോബി ഇസ്ലാമിന്റെ ശത്രുവാണ്. അതിന് തുല്യമായി ഇസ്ലാമിന്റെ ശത്രു തന്നെയാണ് ഇറാനിന്റെ ഭരണകേന്ദ്രം. അത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സുന്നി ലോകത്തിന്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വക്താക്കൾക്ക് ചരിത്രത്തിലുടനീളം ദ്രോഹങ്ങൾ മാത്രം ചെയ്തിട്ടുള്ള ഭരണകൂടം അവർ ചെയ്തു വെച്ചത് 1979-80 കാലഘട്ടത്തിൽ ഹജ്ജിന്റെ സന്ദർഭങ്ങളിൽ മതാഫിലേക്ക് ആയുധവുമായി കടന്നു വന്നുകൊണ്ട് നൂറുകണക്കിന് ആളുകളുടെ രക്തച്ചൊരിച്ചിലുകൾ തവാഫിലും മതാഫിന്റെ ഘട്ടത്തിലും, അതുപോലെ തന്നെ മസ്ജിദുൻ നബവിക്കകത്തും മസ്ജിദുൽ ഹറമിലും ഒക്കെ ഒരുപാട് പല സന്ദർഭങ്ങളിൽ ഹിജ്റ 314-ലും 379-ലും 317-ലും ആ കാലഘട്ടത്തിൽ ഷിയാക്കൾ ആരംഭിച്ച ഇസ്ലാമിനോടുള്ള ദ്രോഹത്തിന്റെ പ്രവർത്തനങ്ങൾ ആധുനിക കാലഘട്ടത്തിലും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് അവിശുദ്ധരെ വിശുദ്ധരാക്കാൻ ഒന്നുകൊണ്ടും സാധിക്കുകയില്ല എന്ന ഒരു തിരിച്ചറിവുണ്ടാവണം. ഏതെങ്കിലും കേവല
കേവലം വ്യക്തികളെ സംബന്ധിച്ച് പ്രത്യേകമായ ജിഹാദിന്റെ മഹത്വവൽക്കരണങ്ങൾ വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വളരെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സലഫുകളുടെ മനഹജ് പൂർവികരായ സ്വഹാബത്ത് എങ്ങനെ ആ ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയോ അത് മനസ്സിലാക്കിയതിനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുവഹ്ഹിദുകളിൽ, മുഹ്സിനുകളിൽ, മുത്തഖികളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതാനും ചില കാര്യങ്ങൾ അറിയിക്കുവാനുള്ളത്. ഒന്ന്, പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ സാധാരണ നമ്മുടെ കുട്ടികൾക്ക് വസ്ത്രം എടുത്തു കൊടുക്കാറുള്ള പദ്ധതി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈദ് ഖിസ്വ. ആ പദ്ധതിയിൽ പങ്കാളിത്തം വഹിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കുട്ടിക്ക് ഡ്രസ്സ് വാങ്ങി കൊടുക്കാനുള്ള എമൗണ്ട് 1300 രൂപയാണ്. അത് കൈകാര്യം ചെയ്യുന്ന ആളുകളെ സമീപിക്കുകയും നമ്മുടെ വക നമ്മുടെ കുട്ടികൾക്ക് വസ്ത്രം എടുക്കുന്നതോടൊപ്പം ഫക്കീറുകളും മിസ്കീനുകളും ആയിക്കൊണ്ട്, അനാഥകരായിക്കൊണ്ട് നമ്മുടെ ചുറ്റുപാടും കഴിഞ്ഞുകൂടുന്ന ആളുകളിലേക്ക് കൂടി നമ്മൾ കണ്ണാടിയിലേക്ക് നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതോടൊപ്പം ചുറ്റുഭാഗത്തേക്കുമുള്ള ഒരു നോട്ടം നമ്മൾ വിശാലമാക്കണമെന്ന് സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത് സൂചിപ്പിക്കുവാനുള്ളത്, അതിന്റെ അവസാന 10ലേക്ക് നീങ്ങുകയാണ്. ഇഅ്തികാഫ് വളരെ സുപ്രധാനമായ ഒരു ആരാധനാ കർമ്മമാണ്. പള്ളി അത്യാവശ്യം സൗകര്യങ്ങളൊക്കെയുണ്ട്. അതുകൊണ്ട് 10 ദിവസം കഴിയുന്ന ആളുകൾ 10, 5 ദിവസം കഴിയുന്നവർ 5, രാത്രികളിൽ മാത്രം കഴിയുന്ന ആളുകൾ അങ്ങനെ എത്രയൊക്കെ റബ്ബിന്റെ ഭവനത്തിലേക്ക് ഇബാദത്തുമായി കഴിഞ്ഞുകൂടാൻ സാധിക്കുമോ അതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമം ഈ റമദാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതാണ്. പൂർണ്ണമായും ഇവിടെ ഇഅ്തികാഫിരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അവർക്കുള്ള ഭക്ഷണ സംവിധാനം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ ഉണ്ടായിരിക്കും എന്ന ഒരു റിപ്പോർട്ട് ഓഫീസിൽ പ്രത്യേകം കൊടുത്തു കഴിഞ്ഞാൽ അവർക്കുള്ള ഭക്ഷണ സംവിധാനം ഒരുക്കാൻ അതിനുമായി ബന്ധപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കുന്നതാണ് എന്ന് അറിയിക്കുകയാണ്. മറ്റൊരു കാര്യം, പള്ളി അത്യാവശ്യം പണിയും കാര്യങ്ങളൊക്കെ പൂർത്തിയായി. ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വൃത്തിയായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ദൈനംദിന ചെലവുകൾ ഏറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ റമദാനിൽ ആരംഭിക്കാൻ സാധിക്കുന്ന ഒരു പുതിയ നന്മ, പള്ളിയിലേക്ക് എല്ലാ മാസത്തിലും ഒരു നിശ്ചിത സംഖ്യ, ഒരു 100 രൂപ, 200, 250, 500, 1000 എത്രയാണോ ഓരോരുത്തർ കൊടുക്കാൻ കഴിയുന്നെങ്കിൽ എല്ലാവരും 50 രൂപയെങ്കിലും മന്ത്ലി ഒന്ന് കൊടുക്കാൻ കഴിയുന്ന ആളുകൾ അത് ഒരു തീരുമാനമായി, ഒരു നേർച്ചയായി, ഒരു നിയ്യത്തായി കൊണ്ട് ഈ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രദ്ധിക്കണം. നമുക്ക് വേണ്ടി, നമുക്ക് നമസ്കരിക്കാൻ, നമുക്ക് ഖുത്ബ കേൾക്കാൻ, നമുക്ക് ഇഅ്തികാഫിരിക്കാൻ, നമ്മുടെ ഇബാദത്തുകളുടെ പരിപോഷണത്തിന് വേണ്ടി മാത്രമുള്ള ഒരു സംവിധാനമാണ് എന്ന് തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ മാർഗത്തിൽ ചെലവഴിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. യുവാക്കളോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്, യൗവനം അതാണ് അല്ലാഹുവിനുള്ള ഇബാദത്തിന് വേണ്ടി, പഠനത്തിന് വേണ്ടി, ദഅവത്തിന് വേണ്ടി ഓടി നടക്കേണ്ട ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ യുവാക്കളെ ആ പ്രബോധനത്തിന്റെ ഇൽമിന്റെ മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി നമ്മുടെ സംഘടനാ സംവിധാനത്തിന് കീഴിൽ സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം മറ്റന്നാൾ, വളരെ ഗൗരവമുള്ളത് കൊണ്ടാണ് സമയം നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് അറിഞ്ഞുകൊണ്ടും മിമ്പറിൽ നിന്നുകൊണ്ട് ഞാനിത് സൂചിപ്പിക്കുന്നത്, മറ്റന്നാൾ ഞായറാഴ്ച 3 മണിയോടുകൂടി മുഴപ്പിലങ്ങാട് വെച്ച് സംഘടിപ്പിക്കുന്ന യുവപദം എന്ന പ്രോഗ്രാമിലേക്ക് എന്റെ പ്രിയപ്പെട്ട മുഴുവൻ യുവാക്കളും സർവ്വ പ്രോഗ്രാമുകളും മാറ്റി വെച്ചുകൊണ്ട് പങ്കെടുക്കാൻ ശ്രദ്ധിക്കണം. അതിന് മഗ്‌രിബിന്റെ സമയത്ത് നോമ്പ് തുറക്കാനുള്ളതാണ്, ഭക്ഷണം ഒരുക്കേണ്ടതാണ്. അതുകൊണ്ട് വരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ പുറത്ത് അതിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ അതിന്റെ രജിസ്ട്രേഷനിൽ പങ്കാളിത്തം വഹിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിൽ മുന്നേറുവാനുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മുൻപ് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക്, ബന്ധുമിത്രാദികൾക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശാലമായ മഗ്ഫിറത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم ادخلنا الجنة يا رب العالمين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وآله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.